നക്ഷത്രങ്ങൾ മിന്നുന്ന ആകാശം, സംഖ്യകൾ അവിടെ പ്രകാശരേഖകളായി ഒഴുകുന്നു. സംഖ്യകൾ എന്നത് സാധാരണ അക്കങ്ങൾ മാത്രമല്ല, അവ ജീവിതത്തിന്റെ രഹസ്യ ഭാഷയാണ്. നമ്മൾ ജനിക്കുന്ന നിമിഷം മുതൽ തന്നെ നമ്മുടെ ഭാവിയും ഭാഗ്യവും രേഖപ്പെടുത്തുന്ന അദൃശ്യ കോഡ്. ഓരോ സംഖ്യയ്ക്കും ഒരു ശക്തിയുണ്ട്, ഓരോ തീയതികൾക്കും ഒരു സന്ദേശം നമുക്ക് നൽകാനുണ്ട്. നിങ്ങളുടെ ജന്മസംഖ്യ എന്താണ് നിങ്ങളോട് പറയുന്നത്? നിങ്ങളുടെ ജീവിതപാത ഏത് ദിശയിലേക്ക് നീങ്ങുന്നു? ഈ രഹസ്യ ലോകത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. സംഖ്യകൾ സംസാരിക്കുന്ന അത്ഭുത ലോകത്തിലേക്ക്. ജന്മസംഖ്യ പ്രകാരം ഓരോ തീയതികളിലും ജനിച്ചവരുടെ സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിയേണ്ട എല്ലാ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മുൻപ് ഇത് ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇത് ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കൂടുതൽ പഠനങ്ങളിലൂടെയുള്ള വിശദമായ ഫലങ്ങളാണ്. സംഖ്യ ജ്യോതിഷ ബോധിനി എന്ന ഗ്രന്ഥത്തെയാണ് ഇതിനായി ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ഗവേഷണ നിരീക്ഷണത്തിൽ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. 9 വീഡിയോകളിലായിട്ടാണ് ഇത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ ജന്മസംഖ്യ പ്രകാരമുള്ള വീഡിയോ നിങ്ങൾക്ക് കാണുക. നിങ്ങളുടെയും നിങ്ങളുടെ ബന്ധുക്കളുടെയും ഒക്കെ ഇത്തരത്തിലുള്ള വീഡിയോകൾ കണ്ടിട്ട് അത് മനസ്സിലാക്കി വെച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സംഖ്യാശാസ്ത്ര പ്രകാരം ജന്മസംഖ്യകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയായി കരുതപ്പെടുന്നത് ജന്മസംഖ്യയും വിധിസംഖ്യയുമാണ്. ജന്മസംഖ്യ കണക്കാക്കാനുള്ള രീതി വളരെ ലളിതവും അതിനെ അടിസ്ഥാനമാക്കി പറയാവുന്ന ഫലങ്ങൾ വളരെ വിപുലവുമാണ്. ജന്മസംഖ്യ കണക്കാക്കാനുള്ള രീതി സംഖ്യാ ജ്യോതിഷത്തിൽ ജനിച്ച തീയതിക്കും അതിൽ നിന്നും ലഭിക്കാവുന്ന ജന്മസംഖ്യയ്ക്കും വളരെ പ്രാധാന്യമുണ്ട്. ജനന തീയതികളിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ ജന്മസംഖ്യ ലഭിക്കും. ഉദാഹരണമായി ജനിച്ചത് 18-ാം തീയതിയാണെങ്കിൽ ജന്മസംഖ്യ 8ഉം 1ഉം കൂട്ടുമ്പോൾ കിട്ടുന്ന 9 ആണ്. ജന്മസംഖ്യയും ഗ്രഹവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന പട്ടിക ഒന്ന് പറയാം. ജന്മസംഖ്യ 1 ആണെങ്കിൽ അതിന്റെ അധിപൻ സൂര്യനാണ്. 2ന്റേത് ചന്ദ്രനും 3ന്റേത് വ്യാഴവും 4ന്റേത് രാഹുവും 5ന്റേത് ബുധനും 6ന്റേത് ശുക്രനും 7ന്റേത് രാഹുവും 8ന്റേത് കേതുവും 9ന്റേത് ചൊവ്വയുമാണ്. ഇനി യഥാക്രമം ഓരോ ജന്മസംഖ്യയ്ക്കും പറയപ്പെടേണ്ട ഫലം നമുക്ക് പറയാം. ഇപ്പോൾ നമുക്ക് 3 ജന്മസംഖ്യയായിട്ടുള്ളവരുടെ ഫലം നോക്കാം. 3 ദേവഗുരുവായ ബൃഹസ്പതിയുടെ അഥവാ വ്യാഴത്തിന്റെ ആധിപത്യമുള്ള സംഖ്യയാണ്. 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം 3 ജന്മസംഖ്യയായിട്ടുള്ളവരാണ്. ജന്മസംഖ്യ 3ന്റെ അധിപൻ വ്യാഴമാണ്. അതിന്റെ സൗഹൃദ സംഖ്യകൾ 1, 2, 3, 9 എന്നീ സംഖ്യകളാണ്. അതായത് സൗഹൃദ ഗ്രഹങ്ങൾ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, വ്യാഴം എന്നീ ഗ്രഹങ്ങളാണ്. സമസംഖ്യകളായി 8ഉം 7ഉം പറയാം. അതായത് ശനി, കേതു എന്നീ ഗ്രഹങ്ങൾ സമന്മാരാണ് എന്നർത്ഥം. ശത്രുസംഖ്യകൾ 4, 5, 6 എന്നീ സംഖ്യകളാണ്. അതായത് ബുധൻ, ശുക്രൻ, രാഹു എന്നിവർ ശത്രുക്കളാണ് എന്നർത്ഥം. ജന്മാക്ഷരങ്ങൾ ഉത്തമമായി വരുന്നത് C, L, U എന്നീ അക്ഷരങ്ങളാണ്. മഞ്ഞയാണ് ഇവരുടെ നിറം. രത്നം മഞ്ഞപ്പുഷ്യരാഗമാണ്. ലോഹം സ്വർണമാണ്. യോജിച്ച തൊഴിൽ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അധ്യാപനം, പൗരോഹിത്യം, നീതിന്യായം, സൈന്യം, സർക്കാർ ജോലി, ബാങ്ക്, സയന്റിസ്റ്റ് തുടങ്ങിയ ജോലികളൊക്കെ ഇവർക്ക് ഗുണകരമാണ്. ഇവരുടെ സ്വഭാവത്തെ കൂടി നമുക്ക് പരിശോധിക്കാം. വ്യാഴം വിജ്ഞാനകാരകനാണ്. അതുകൊണ്ട് തന്നെ ഇവർ പൊതുവെ മഹത്തായ ഗുണവിശേഷങ്ങൾ ഉള്ളവരായിരിക്കും. മഹത്വം കാക്ഷിക്കുന്നവരുമായിരിക്കും. എല്ലാവരുടെയും പ്രശംസയ്ക്കും ആദരവിനും പാത്രീഭൂതരാകുന്നവരാണ് ഇവർ. അചഞ്ചലമായ ആത്മവിശ്വാസവും ആജ്ഞാശക്തിയും ഇവർക്കുണ്ടായിരിക്കും. ഏത് കാര്യത്തിലും ഒരു അടുക്കും ചിട്ടയും അച്ചടക്കവും ഉണ്ടായിരിക്കണമെന്ന് ഇവർക്ക് വളരെ നിർബന്ധമുണ്ടാകാം. പണം ഇവർക്ക് പ്രധാനമല്ല. ഗുണവിശേഷങ്ങളെ മാത്രമേ ഇവർ മാനിക്കുകയുള്ളൂ. ശത്രുക്കളെ പറ്റി ഇവർക്ക് ഭയമില്ല. പരാജയത്തെ മരണത്തെക്കാൾ ഭയാനകമായി കരുതുന്ന അഭിമാനികളാകാം. ഭാഗ്യപരീക്ഷണങ്ങൾക്ക് ഇവർ ഒരുമ്പെടാറില്ല. കുറുക്കുവഴികളിൽ കൂടി ഉത്കർഷം പ്രാപിക്കാൻ നോക്കാറുമില്ല. അഭ്യസിച്ച വിദ്യ അന്യർക്ക് പകർന്നു കൊടുക്കുന്നതിൽ ഇവർ ഉദാരമതികളായിരിക്കും. മറ്റൊരു സഹായവും ആരും ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ധനസഹായ അഭ്യർത്ഥനയുമായി ആരെങ്കിലും ഇവരെ സമീപിച്ചാൽ ധനസമ്പാദന മാർഗം ഉപദേശിച്ച് വേണ്ടുവോളം നൽകി അവരെ മടക്കി അയക്കുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത്. സ്വന്തം ജീവിതത്തിലെ ബദ്ധപ്പാടുകൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നതല്ലാതെ അന്യരെ പറഞ്ഞു കേൾപ്പിച്ച് അവരുടെ അനുകമ്പ സമ്പാദിക്കാൻ
ഇവർ ഒരുമ്പിടാറില്ല. സ്വന്തം ആദർശങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് അനുഷ്ഠിപ്പിക്കാനും ആജ്ഞകൾ അനുസരിപ്പിക്കാനും ഇവർ ആഗ്രഹിച്ചേക്കാം. ഈ സ്വഭാവം ഇവർക്ക് ശത്രുക്കളെ സൃഷ്ടിച്ചേക്കാം. ശരീരപ്രകൃതി എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല ശരീരപുഷ്ടി ഉണ്ടായിരിക്കും ഇവർക്ക്. ഗാംഭീര്യം സ്ഫുരിക്കുന്ന രൂപം, പെട്ടെന്ന് വിയർക്കുന്ന പ്രകൃതം, കരുണ ചൊരിയുന്ന വിടർന്ന കണ്ണുകൾ, നീളമുള്ള പുരികങ്ങൾ, നിരയൊത്ത പല്ലുകൾ, തലമുടി നേർത്തതും നീണ്ടതും ആയിരിക്കും. ചുരുൾ ഉണ്ടാവുകയുമില്ല. ഇവരുടെ ആരോഗ്യത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇവർക്ക് ത്വഗ് രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 3 ജന്മസംഖ്യയുള്ള ചിലർക്ക് തളർവാദവും പിടിപെടാറുണ്ട്. ഇവർ കാലേക്കുട്ടി തന്നെ രോഗപ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. ഹെർണിയ, തൊലിപ്പുറത്തുള്ള രോഗങ്ങൾ തുടങ്ങിയവയും ഉണ്ടാകാനിടയുണ്ട്. 12, 21, 30, 39, 48, 57, 66, 75, 84 എന്നീ വയസ്സുകളിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ആരോഗ്യ സംബന്ധമായി പ്രധാനമായ ഒരു മാറ്റം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാം. നെല്ലിക്ക ധാരാളമായി ഭക്ഷിക്കുക. പച്ച നെല്ലിക്ക കിട്ടാത്ത അവസരങ്ങളിൽ ഉണക്ക നെല്ലിക്കയും ഇവർ ഉപയോഗിക്കുന്നത് ഉത്തമമാണ്. നെല്ലിക്ക ത്വഗ് രോഗങ്ങളെ ശമിപ്പിക്കുകയും ജീവശക്തിയെ വളർത്തുകയും ചെയ്യും. ഭക്ഷണത്തിൽ ഗോതമ്പ്, അത്തിപ്പഴം, മാതളപ്പഴം, മുന്തിരിങ്ങ, ബദാം പരിപ്പ്, ആപ്പിൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നത് ഉത്തമമാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതം നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇവർ 3 അല്ലെങ്കിൽ 9 ജന്മസംഖ്യയുള്ളവരെ ആയിരിക്കും ഇഷ്ടപ്പെടുക. 2 ജന്മസംഖ്യയുള്ളവരെയും ഇഷ്ടപ്പെടാം. ദാമ്പത്യ ജീവിതം സൗഭാഗ്യപൂർണമായിരിക്കും. സന്താന ഭാഗ്യവും ഉണ്ടാകും. ഇവരുടെ തൊഴിൽ കുറച്ചുകൂടി നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. 3 ജന്മസംഖ്യയുള്ളവരിൽ അധികം പേരും ഉന്നത അധികാരങ്ങളുള്ള ഉദ്യോഗസ്ഥരാകാനാണ് സാധ്യത. നീതിന്യായ വകുപ്പിലും വിദ്യാഭ്യാസ വകുപ്പിലും ഇവർ ശോഭിക്കുന്നതാണ്. ഭരണതന്ത്രജ്ഞരായിരിക്കും. തനിക്ക് കീഴിൽ ഉദ്യോഗസ്ഥരുള്ള ഉദ്യോഗമായിരിക്കും ഇവർക്ക് കിട്ടുക. ശമ്പളത്തെക്കാൾ സ്ഥാനമാനങ്ങൾക്കാണ് ഇവർ പ്രാധാന്യം കൽപ്പിക്കുക. അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടാൽ ഹൈസ്കൂൾ അധ്യാപകർ ആകുന്നതിനേക്കാൾ പ്രൈമറി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആകാനായിരിക്കും ഇവർ ഇഷ്ടപ്പെടുക. പോസ്റ്റ്മാനായി ജോലിയിൽ പ്രവേശിക്കേണ്ടി വന്നാൽ ഇവർ കഴിവതും വേഗം ടെസ്റ്റ് എഴുതി പോസ്റ്റ് മാസ്റ്റർ ആകാൻ നോക്കും. ഗതികേട് കൊണ്ട് താഴ്ന്ന ജോലിയിൽ പ്രവേശിക്കേണ്ടി വന്നാൽ സ്ഥിരോത്സാഹം കൊണ്ട് വളരെ വേഗത്തിൽ ഇവർ ഉയർന്ന പദവിയിൽ എത്തിച്ചേരുന്നതാണ്. 3 ജന്മസംഖ്യയുള്ളവരിൽ അനേകം പേർ പ്രചാരണ വൃത്തിയിൽ ഏർപ്പെടുന്നവരായും രാജ്യനന്മയ്ക്കും ജനക്ഷേമത്തിനും ഉതകുന്ന ഉപദേഷ്ടാക്കളായും പ്രശോഭിക്കും. ഇവരുടെ പ്രവർത്തനങ്ങളിൽ നീതിനിഷ്ഠയും ധർമ്മബോധവും പ്രകടമാണ്. അധ്യാപക വൃത്തി, മതാധ്യക്ഷന്മാർ, അഭിഭാഷകന്മാർ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ രംഗങ്ങളിൽ ഇവർ ശോഭിക്കുന്നതാണ്. ഏതു തൊഴിലിലും ഏർപ്പെട്ടിരുന്നാലും പരോക്ഷമായെങ്കിലും രാഷ്ട്രീയ ബന്ധം ഉണ്ടായിരിക്കുന്നതാണ്. ഏർപ്പെടുന്ന മേഖലയിൽ ഇവരുടെ വാക്കുകൾക്ക് നല്ല മതിപ്പുണ്ടായിരിക്കും. അതുകൊണ്ട് പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെന്റ് അംഗങ്ങൾ വരെ ആകാവുന്നതാണ്. മന്ത്രി പദവി പോലും ഇവരെ തേടിയെത്തിയെന്നിരിക്കാം. ഈ ജന്മസംഖ്യയുള്ളവരിൽ ചുരുക്കം ചിലർ വ്യാപാര രംഗത്ത് പ്രവേശിച്ച് ധനസമ്പാദനം നടത്തി വരുന്നു. 3 ജന്മസംഖ്യയായിട്ടുള്ള പ്രശസ്ത വ്യക്തികളെ കൂടി നമുക്ക് പരിചയപ്പെടാം. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ, പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ചാൾസ് ഡാർവിൻ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റായ രാജേന്ദ്ര പ്രസാദ്, ഇംഗ്ലീഷ് സാഹിത്യകാരനായ HD വെൽസ്, ലോകപ്രസിദ്ധ സാഹിത്യകാരനായ മാർക്ക് ട്വെയിൻ, ഫ്രഞ്ച് ചിന്തകനായ വോൾട്ടയർ, സ്വാമി വിവേകാനന്ദൻ, പ്രശസ്ത ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ JC ബോസ്, വ്യവസായിയായ ഹെൻറി ഫോർഡ് തുടങ്ങിയവർ 3 ജന്മസംഖ്യക്കാരാണ്. സംഖ്യകൾ നിങ്ങളോട് പറഞ്ഞ കഥ അത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വെളിച്ചം പകരട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഇനിയും ഇത്തരത്തിലുള്ള രഹസ്യ അറിവുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം ഇതുപോലുള്ള മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതിനായി നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ എന്ന് ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക. നിങ്ങളുടെ ജന്മസംഖ്യ ഒന്ന് കമന്റിൽ പങ്കുവയ്ക്കൂ. ഓർമ്മിക്കുക, ജീവിതം ഒരു സംഖ്യകളുടെ സംഗീതമാണ്. അതിന്റെ താളം മനസ്സിലാക്കിയാൽ വിജയം നിങ്ങളുടേത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോകളുമായി കാണാം സംഖ്യകളുടെ മറ്റൊരു അത്ഭുത യാത്രയിൽ. നന്ദി, നമസ്കാരം, ശുഭദിനം.